പിയാസുനിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന തരത്തിൽ നിയമപ്രശ്നമല്ലെങ്കിലും അതിനകത്തൊരു ധാർമ്മിക സദാചാര പ്രശ്നമുണ്ട് എന്നുള്ളത് പൊതുജനം വിലയിരുത്തത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതു നിമിഷവും ചിത്രങ്ങൾ വരാം എന്നുള്ളത് ഒരുപക്ഷെ കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ? സർക്കാരിന്റെ പ്രതിച്ഛായയുടെ പേരിൽ, വികസനത്തിന്റെ പേരിൽ കെ.ബി. ഗണേഷ് കുമാർ മികച്ച മന്ത്രിയായിരുന്നുവെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ ധാർമ്മിക സദാചാര വിഷയം സർക്കാരിനൊരു തിരിച്ചടിയാകുമോ പിയാസുനിൽ? അരുൺ, ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഉറപ്പായും ഇത് സർക്കാരിന് ഒരു തിരിച്ചടിയാകും. സർക്കാരിനെതിരെയുള്ള ഒരു ജനാഭിപ്രായത്തിലേക്ക് അത് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ സർക്കാർ നടത്തേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഇതൊരു വലിയ ആക്ഷേപമായി നിലനിൽക്കുകയാണ്. നേരത്തെ പല കേസുകളിലുമൊക്കെ തന്നെ ശക്തമായി നിലപാടെടുത്ത സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു മെല്ലപ്പോക്ക് എന്നൊക്കെ ഒരു ചോദ്യം ഉയർന്നാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ക്ഷീണം തന്നെയാണ്. വികസന കാര്യത്തിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം സർക്കാർ കാണിക്കുമ്പോഴും അത് വലിയ മാതൃകയായി തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുമ്പോഴും റോഷി പറഞ്ഞതുപോലെ 2-3 ദിവസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് യുദ്ധം കേരളത്തിൽ അതിന്റെ എല്ലാ വീറും വാശിയുമോടെ മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി, അതും KSRTC പോലെ നഷ്ടത്തിൽ കൂപ്പുകുത്തിയിരുന്ന ഒരു സ്ഥാപനത്തെ ലാഭത്തിലേക്ക് എത്തിക്കുകയും അത് മികച്ച രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത മന്ത്രിയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളിൽ ചില ധാർമ്മിക പ്രശ്നമുണ്ട് എന്നതാണല്ലോ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ അവർ പരാതി ഔദ്യോഗികമായി നൽകിയിട്ടില്ല എങ്കിൽ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ അവരത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ ആയുധമായി മാറാനുള്ള സാധ്യതയും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായും വികസന കാര്യങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാത്ത സർക്കാർ എന്നൊരു അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരും. ഏതായാലും ഇതിന്റെ വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. ഇതിന്റെ വസ്തുത എന്താണ് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് ഗണേഷ് കുമാറിന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയും ഗണേഷ് കുമാറിനുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമായി ഇടപെടേണ്ട സാഹചര്യവുമാണ്. ഓക്കെ, താങ്ക് യു പിയാസുനിൽ.